الحمد لله العفو الكريم الرحمن الرحيم مالك يوم الدين جعل الحياة الدنيا دارا للابتلاء والاختبار ومحلا للعمل والاعتبار وجعل الآخرة دارين دارا لأهل كرامته وقربه من المتقين الأبرار ودارا لأهل غضبه وسخطه من الكفار والفجار وأشهد أن لا إله إلا الله وحده لا شريك له الواحد القهار وأشهد أن محمدا عبده ورسوله النبي المختار صلى الله عليه وعلى آله وصحبه الطيبين الأخيار ومن تبعهم بإحسان ما تعاقب الليل والنهار أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ويوم القيامة ترى الذين كذبوا على الله وجوههم مسودة أليس في جهنم مثوى للمتكبرين وينجي الله الذين اتقوا بمفازتهم لا يمسهم السوء ولا هم يحزنون. ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും കൂടെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷയും സമാധാനവും ആശ്വാസവും ലഭിക്കുന്ന ചില വിഭാഗം ആളുകളെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ ചർച്ച ചെയ്തത്. എല്ലാവരും പ്രയാസത്തിലും വിഷമത്തിലും വിയർപ്പിലും ചൂടിലുമായി പ്രയാസപ്പെടുമ്പോൾ, ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ ചെയ്ത ചില പ്രവർത്തനങ്ങളുടെ ഫലമായി കൊണ്ട് അല്ലാഹു തആല പരലോകത്ത് സന്തോഷവും ആശ്വാസവും സമാധാനവും നൽകും. ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ വിശദീകരിക്കുകയുണ്ടായി. അല്പം ചില കാര്യങ്ങൾ കൂടി ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലതൊക്കെ അല്പം ബുദ്ധിമുട്ടി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. മറ്റു ചില കാര്യങ്ങളൊക്കെ വളരെ ലളിതമായ നിലക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അല്പം ക്ഷമയും ഒരു ഈമാനിൻ്റെ കരുത്ത് നമുക്ക് വേണമെന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന 1930 ഹദീസിൽ കാണാം, പലപ്പോഴും നമ്മൾ കേട്ട ഒരു ഹദീസാണ്. മൻ നഫസ അൻ മുസ്ലിമിൻ കുർബതൻ മിൻ ഖുറബി ദുനിയ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഒരു മുസ്ലിം അകപ്പെടുന്ന പ്രയാസത്തിൽ നിന്ന് നമ്മൾ അവന് ഒരു ആശ്വാസം ഉണ്ടാക്കി കൊടുത്താൽ, ആ പ്രയാസം അവരിൽ നിന്ന് ദൂരീകരിച്ചു കൊടുത്താൽ, ഖിയാമത്ത് നാളിലെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമുക്ക് ദൂരീകരണം തരും. അവ മറ്റൊരാൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ, ആളുകളുടെ കഷ്ടപ്പാടുകൾ പല നിലക്കാണ്. സാമ്പത്തികമായ കഷ്ടപ്പാടുകളുണ്ട്, ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചില പ്രയാസങ്ങളുണ്ട്,
അപ്പൊ അവിടെ നമ്മൾ അവർ താങ്ങായി, തണലായി, ആശ്വാസമായി, സമാധാനമായി കൂടെ നിന്നു കൊടുത്താൽ, അവന്റെ പ്രയാസം അവരിൽ നിന്നും അകറ്റി കൊടുത്താൽ, പരലോകത്തുള്ള പ്രയാസം അള്ളാഹു നമുക്ക് അകറ്റിത്തരും. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സ്വന്തം കാര്യം, ഇത് എൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട്, ഇനി മറ്റൊന്നും ഞാൻ അറിയേണ്ട എന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പാടില്ല. ഇടപെടേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ഇടപെടണം, ആളുകളെ സഹായിക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ സഹായിക്കുകയും വേണം. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ യസ്സറ അലാ മുഅസിരിൻ ഫിദ് ദുനിയ, ഇഹലോകത്ത് ഞെരുക്കം അനുഭവിക്കുന്ന ആൾക്ക് എളുപ്പമുണ്ടാക്കി കൊടുത്താൽ, യസ്സറല്ലാഹു അലൈഹി ഫിദ് ദുനിയ വൽ ആഖിറ, അള്ളാഹു ഇഹലോകത്തും പരലോകത്തും നമുക്ക് എളുപ്പമുണ്ടാക്കി തരും. അപ്പൊ ഞെരുക്കം അനുഭവിക്കുന്നവന് എളുപ്പം എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായും ഹദീസിൽ വരുന്നത് കടബാധ്യതകളെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ വിശദീകരിച്ചു, കടമുള്ള ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സമയം കിട്ടിക്കൊടുക്കുക, അത് ഞെരുക്കം അനുഭവിക്കുന്ന ആൾക്ക് ഒരു എളുപ്പമുണ്ടാക്കി കൊടുക്കലാണ്. അങ്ങനെ അതുമാത്രമല്ല, ഏത് നിലയ്ക്ക് ഞെരുക്കം അനുഭവിക്കുന്ന ആളാണെങ്കിലും നമ്മൾ അവന് ആശ്വാസം ഉണ്ടാക്കി കൊടുത്താൽ ഖിയാമത്ത് നാളിലും ഇഹലോകത്തും അല്ലാഹു നമുക്ക് എളുപ്പമുണ്ടാക്കി തരും. ഇപ്പൊ രണ്ട് കാര്യമായി. മൂന്നാമത്തേത്, വമൻ സതറ അലാ മുസ്ലിമിൻ ഫിദ് ദുനിയ, ഒരു മുസ്ലിമിന്റെ പോരായ്മകളെ ഈ ഇഹലോകത്ത് ആരെങ്കിലും മറച്ചു വെച്ചാൽ, സതറല്ലാഹു അലൈഹി ഫിദ് ദുനിയ വൽ ആഖിറ, നമ്മുടെ പോരായ്മകളെ ഇഹലോകത്തും പരലോകത്തും അല്ലാഹു മറച്ചു വെക്കും. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു മോശമായ വാർത്ത അല്ലെങ്കിൽ ഒരു മോശമായ കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റൊരാൾ പറഞ്ഞെങ്കിലേ നമുക്ക് പലപ്പോഴും സമാധാനം ഉണ്ടാകാറുള്ളൂ. എന്നാൽ മുസ്ലിങ്ങളുടെ ന്യൂനതകൾ, പോരായ്മകൾ മറച്ചു വെക്കണമെന്ന, അത് നമ്മൾ മറച്ചു വെക്കുകയാണെങ്കിൽ അല്ലാഹു തആല നമ്മുടെ ന്യൂനതകളെ പരലോകത്ത് മറച്ചു വെക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖി, ഒരാൾ തൻ്റെ സഹോദരനെ ഏതെല്ലാം നിലക്ക് സഹായിച്ചു കൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം അള്ളാഹു നമ്മളെയും സഹായിച്ചു കൊണ്ടിരിക്കും. അപ്പൊ നമ്മളെ നല്ലൊരു മനസ്സ്, ഒരു നല്ല ഇടപെടൽ, ഒരു നല്ല സാമ്പത്തികമായ കൈകാര്യം, അങ്ങനെ ഏത് വിഷയത്തിലുമാകട്ടെ, നമ്മുടെ ഒരു സഹായം മറ്റൊരു ഭാഗത്തേക്ക് ഉണ്ടായാൽ നമ്മുടെ കാര്യങ്ങളിൽ അള്ളാഹു നമ്മെ സഹായിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് ഹദീസ്. അപ്പൊ ഇതും നമുക്ക് പരലോകത്തേക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു വിഷയമാണ് നീതി കാണിക്കുക എന്ന്. പലതരത്തിലുള്ള വിഷയങ്ങളിൽ നീതി വരുന്നുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ട്, അവിടെ നീതി ആവശ്യമാണ്. ഒരാൾക്ക് കുറെ മക്കളുണ്ട്, ആ മക്കൾക്കിടയിൽ നീതി ആവശ്യമാണ്. മക്കൾക്കിടയിൽ പോലും അനീതി കാണിക്കുന്ന മാതാപിതാക്കളെ കാണാൻ സാധിക്കും. ചില ആളുകൾക്ക് കൊടുത്തു, ചില ആളുകളെ പേരിലാക്കി കൊടുത്തു, ചില മക്കൾക്ക് കൊടുക്കുന്നില്ല. ഇനി പൈസ കൊടുക്കുകയാണെങ്കിൽ പോലും ഒരു വേർതിരിവ്, സ്നേഹത്തിൽ വേർതിരിവ്, അത് അനീതിയാണ്. അപ്പോൾ മക്കൾക്കിടയിൽ അനീതി കാണിക്കാൻ പാടില്ല, ഓഹരി വെക്കുന്നിടത്ത് അനീതി കാണിക്കാൻ പാടില്ല, വാക്കുകളിൽ അനീതി കാണിക്കാൻ പാടില്ല, പ്രവർത്തനങ്ങളിൽ അനീതി പാടില്ല. ഇന്നൽ മുഖ്സിതീന ഇൻദല്ലാഹി, ഈ ലോകത്തിൽ നീതിയോടുകൂടി പ്രവർത്തിച്ച ആളുകൾ അലാ മനാബിറ മിൻ നൂരിൻ, നാളെ പരലോകത്ത് പ്രകാശത്തിന്റെ ഗോപുരങ്ങളിലായിരിക്കും. ആ പരലോകത്തുള്ള ഇരുട്ടിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് അല്ലാഹു അവർക്ക് രക്ഷ നൽകിക്കൊണ്ട് അവർക്ക് പ്രകാശം കൊടുക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇമാം മുസ്ലിമിന്റെ 1827 ഹദീസാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യുക. കഠിനാധ്വാനം ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ ഇബാദത്തുകളിലുള്ള കഠിനാധ്വാനമുണ്ട്, അള്ളാഹുവിന്റെ ദീന് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും അത് പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള കഠിനാധ്വാനമുണ്ട്. ഏതോ ആകട്ടെ അള്ളാഹുവിന്റെ വഴിയിലുള്ള കഠിനാധ്വാനം. ചിലപ്പോൾ കുറച്ച് മഴ കൊള്ളേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് വിയർക്കേണ്ടി വരും, ചിലപ്പോൾ ശരീരത്തിന് രക്തം വന്നു എന്ന് വരാം. അതൊക്കെ കഠിനാധ്വാനത്തിന് അങ്ങേയറ്റത്തെ ചില ഘട്ടങ്ങളാണ്. ഏതാണെങ്കിലും ശരി, അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മളൊരു പ്രയാസം സഹിച്ചു കഴിഞ്ഞാൽ ലാ യുക്ലമു അഹദുൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു മുറിവ് പോലും ശരീരത്തിനുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവന്റെ ഖിയാമത്ത് നാൾ വരുമ്പോൾ എങ്ങനെ വരാന്നറിയോ? വജുർഹുഹു യസ്അബു ദമാ, അവന്റെ ശരീരത്തിൽ ആ മുറിവിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരിക്കും. പക്ഷേ അല്ലൗനു ലൗനു ദമിൻ വരീഹു റീഹുൽ മിസ്ക്, ആ രക്തത്തിന്റെ നിറമാണെങ്കിലും അതിന്റെ ഗന്ധം കസ്തൂരിയുടെ സുഗന്ധമായിരിക്കും. അപ്പൊ കുറച്ച് ഒരു വിയർപ്പ് അല്ലെങ്കിൽ ഒരു രക്തം അള്ളാഹിന്റെ മാർഗത്തിൽ ഇറങ്ങി, അത് യുദ്ധം മാത്രമൊന്നുമല്ല, അപ്പൊ അള്ളാഹിന്റെ മാർഗത്തിൽ ഇറങ്ങി,
അവന് കാലിൽ മുറിവേറ്റു, അല്ലെങ്കിൽ വേറെ വഴിക്ക് പുറപ്പെട്ടു, അവന് മറ്റൊരു പ്രയാസം ഉണ്ടായി. ഇതൊക്കെ റബ്ബിന്റെ വഴിയിലുള്ളതാണ്. അതിന് അങ്ങേയറ്റത്തതാണ് ജിഹാദ് എന്ന് പറയുന്നത്. അതിന് അതിൻ്റെതായ ഘട്ടങ്ങളും സാഹചര്യങ്ങളും നിബന്ധനകളും ഷർത്തുകളൊക്കെ ഉണ്ട്. ഒന്നിച്ചിറങ്ങിയ ഒരാൾക്ക് ഇപ്പൊ യുദ്ധം ചെയ്യാനും ജിഹാദ് നടത്താനൊന്നും പറ്റൂല. അത് അതിൻ്റെതായ സ്ഥാനങ്ങളിലും സന്ദർഭങ്ങളിലും. അപ്പൊ ഏതായാലും അള്ളാഹിന്റെ മാർഗത്തിൽ നമ്മൾ പ്രയാസം അനുഭവിച്ചാൽ അതിന് പോലും നമുക്ക് നാളെ പരലോകത്ത് പ്രതിഫലമുണ്ട്. അത് ആശ്വാസത്തിന് കാരണമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദേഷ്യം വരുമ്പോൾ അടക്കി വെക്കുന്ന ആളുകൾ. ഞാൻ പറഞ്ഞല്ലോ, ചിലതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. പക്ഷെ കുറച്ച് ക്ഷമ വേണം, കുറച്ച് പിടിച്ചു നിൽക്കാൻ സാധിക്കണം, ഒരു ഈമാനിന്റെ കരുത്തും വേണം. ദേഷ്യം വരാത്തവർ എന്നല്ല, ദേഷ്യം വരും. മനുഷ്യന് ദേഷ്യം വരണം. ദേഷ്യം വരുന്നില്ലെങ്കിൽ പിന്നെ അവൻ മനുഷ്യനല്ല, അവൻ്റെ എന്തോ തകരാറുണ്ടെന്നാ. ദേഷ്യം വരും, പക്ഷേ ആ ദേഷ്യത്തെ അടക്കി വെക്കണം, അത് നിയന്ത്രിക്കാൻ സാധിക്കണം. ഇപ്പൊ ഭാര്യയോട് ദേഷ്യം വന്നു, അവളുടെ പല സംസാരങ്ങളിലും അതേ ഒരു പ്രകൃതി ഞാനും തിരിച്ചടിച്ചാൽ അവിടെ പ്രശ്നങ്ങൾ രൂക്ഷമാകും. ചിലപ്പോൾ അവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരും. അതാണ് എൻ്റെ കോപം അടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ ഞാൻ അവളെ പറഞ്ഞത് കേൾക്കാത്ത പോലെ നിൽക്കേണ്ടി വരും. ചിലപ്പോൾ അവളുടെ ആ സമീപനത്തെ ഞാൻ അറിയാത്ത പോലെ കാണേണ്ടി വരും. അതൊക്കെ കോപം അടക്കി വെക്കേണ്ട ഭാഗങ്ങളാണ്. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് ഒരാൾ പറഞ്ഞ്, ഇഷ്ടമില്ലാത്ത സമീപനം ഇങ്ങോട്ടുണ്ടായി. അപ്പൊ കോപം വരുന്ന സന്ദർഭങ്ങളിൽ ആ കോപത്തെ അടക്കി വെക്കാൻ ചിലപ്പോ നമ്മുടെ ഭാഗത്തായിരിക്കാം ന്യായം. എന്തും ചെയ്യാനും തിരിച്ചു പറയാനും തിരിച്ച് ആക്രമിക്കാനും ഒക്കെ കഴിവുണ്ട്. എന്നാലും നിയന്ത്രിച്ചു നിന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കലമ ഗൈളൻ, ഒരാൾക്ക് കോപമുണ്ടായി, അങ്ങനെ അവൻ ആ കോപത്തെ അടക്കി വെച്ചു. ആ കോപം നടപ്പിലാക്കാൻ എന്ന് പറഞ്ഞാൽ പ്രതികാരക്രിയ ചെയ്യാനുള്ള കഴിവ് അവനുണ്ട്. കഴിവുണ്ടായിട്ടും നിയന്ത്രിച്ചു നിന്നാൽ ഖിയാമത്ത് നാളിൽ എല്ലാ മനുഷ്യന്മാരും അള്ളാഹിന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ ഈ കോപം അടക്കി വെച്ച ആളുകൾ അള്ളാഹ് പ്രത്യേകം വിളിക്കും. വിളിച്ചിട്ട് ഹൂറുൽ നിന്ന്, അതായത് സ്വർഗീയ സ്ത്രീകളിൽ നിന്ന് അവനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം അല്ലാഹ് അവിടെ വെച്ച് കൊടുക്കുന്ന, അത് കോപത്തെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് അല്ലാഹ് കൊടുക്കുന്ന പ്രത്യേകത. എന്താ കാരണം എന്നറിയോ? കോപം പിടിച്ചു വെച്ചില്ലെങ്കിലാണ് പിന്നെ അനാവശ്യം വരിക, പിന്നെ അസഭ്യവാക്കുകൾ വരിക, പിന്നെ ശാപവാക്കുകൾ വരിക, തെറി പറയുക, കുറ്റങ്ങൾ പറയുക, ആരോപണം പറയുക, ദീപത്ത് പറയുക, എല്ലാ ഫിത്നയും ഫസാദും ചിലപ്പോൾ നമ്മുടെ കോപത്തെ മനസ്സിന് നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് വരുന്ന പ്രശ്നമാണ്. അതുകൊണ്ടാണ് അതിനെ ആദ്യം നിയന്ത്രിക്കാൻ പറഞ്ഞത്. സൂറത്ത് ആലി ഇംറാനിൽ 133, 134 വചനങ്ങൾ അല്ലാഹു തആല പറഞ്ഞല്ലോ, സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം. ആ സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണ്? ആകാശഭൂമികൾ വിശാലമാണ്, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞ ശേഷം അടുത്ത ആയത്തിൽ ആരാണ് ഈ സ്വർഗത്തിന് അർഹരായവർ? ആകാശഭൂമികൾ വിശാലമായ സ്വർഗത്തിന് അർഹരായ മുത്തഖീകൾ ആരാണ്? അല്ലാഹു തആല പറഞ്ഞു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽകാദിമീനൽ ഗൈള വൽആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. 2-3 വിശേഷണങ്ങൾ പറയാം. ഈ സ്വർഗത്തിന് അർഹരായ മുത്തഖീങ്ങൾ ആരാ? ഒന്ന്, അല്ലദീന യുൻഫിഖൂൻ, ചിലവഴിക്കുന്ന ആളുകൾ. പണം കയ്യിൽ വെച്ച് പിശുക്ക് കാണിക്കല്ല വേണ്ടത്, അത് കൊടുക്കണം. ഫിസ്സറായി വദ്ദറായി, സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലും. നല്ല കയ്യിലുള്ള സമയമാണ്, അതനുസരിച്ച് കൊടുക്കുക. കയ്യിൽ കുറച്ച് കുറവാണ്, അപ്പൊ അതനുസരിച്ച് കൊടുക്കുക. എങ്ങനെയാണെങ്കിലും അവൻ ചിലവഴിക്കും. ഒന്നതാണ്. 2, വൽകാദിമീനൽ ഗൈള, കോപം അടക്കി വെക്കുന്ന ആളുകൾ, അവർക്കാണ് ആകാശഭൂമികൾ വിശാലമായ സ്വർഗമുള്ളത്. 3, വൽആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ചയും മാപ്പും കൊടുക്കുന്ന ആളുകൾ. ഇതാണ് 3ാമത്തെ വിഭാഗം. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനുകളെ, നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. അപ്പൊ ഇത്തരം നല്ല സ്വഭാവങ്ങൾ, പ്രവർത്തനങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടേണ്ട കാര്യങ്ങളാണ്. കാരണം പരലോകത്ത് നമുക്കൊരു തണല് തരാനോ ഒരു ആശ്വാസം തരാനോ ഒരു സമാധാനം തരാനോ ആരും വരാനില്ല, നമ്മൾ ഈ ലോകത്ത് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിച്ച നമ്മുടെ പ്രവർത്തനങ്ങളല്ലാതെ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് അടിമമോചനം. അടിമയെ മോചിപ്പിക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. പരലോകത്ത് അവർക്ക് വലിയ പ്രതിഫലമുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ സൂറത്തുൽ ബലദ് 11, 13 ആയത്തുകൾ, ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ മലമ്പാത താണ്ടിക്കടന്നില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ല. ചുരം നിങ്ങൾ താണ്ടിക്കടന്നില്ല എന്ന് അല്ലാഹു പറയാ. വമാ അദ്റാക മൽ അഖബ, ഈ മലമ്പാത താണ്ടിക്കടക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഫക്കു റഖബ. അതിൽ പല പ്രവർത്തനങ്ങളുണ്ട്. അതിൽ ഒന്ന് അടിമയെ മോചിപ്പിക്കലാണ്.
അപ്പൊ അടിമയെ മോചിപ്പിക്കൽ വലിയൊരു മലമ്പാത താണ്ടിക്കടക്കുന്ന പോലെയാണ്. അത് വലിയൊരു പ്രവർത്തനമാണ്, സൽക്കർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഅതഖ റഖബതൻ മുസ്ലിമതൻ, ഒരു മുസ്ലിമായ അടിമയെ ഒരാൾ മോചിപ്പിച്ചാൽ അഅതഖല്ലാഹു ലഹു ബികുല്ലി അളുവിൻ മിൻഹാ അളുവൻ മിൻഹു മിനന്നാർ, ആ മോചിപ്പിക്കപ്പെട്ട അടിമയുടെ ഓരോ അവയവത്തിനും പകരമായി നമ്മുടെ ഓരോ അവയവങ്ങളെയും നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടിരിക്കും. അപ്പോ വേറൊരു വിഷയം, ഇന്നിപ്പോ അടിമകളില്ലല്ലോ. ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സാർവകാലികമാണ്, സാർവലൗകികമാണ്, എല്ലാ കാലത്തേക്കും എല്ലാ ലോകത്തേക്കും ഉള്ളതാണ്. ഒരു കാലത്ത് അടിമകൾ ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ അടിമകളില്ല. അപ്പൊ ആ പ്രതിഫലം എങ്ങനെയാ നേടുക? അതിനുള്ള പരിഹാരമാണ് ഇസ്ലാമിൽ. അതെന്താ? ഈ അടിമമോചനത്തിന് സമാനമായ ചില സൽക്കർമ്മങ്ങൾ പഠിപ്പിച്ചു തന്നു. അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ അടിമയെ മോചിപ്പിച്ച പ്രതിഫലമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാലിനെ പണം കൊടുത്ത് മോചിപ്പിച്ചു. ആ ബിലാലിന്റെ യജമാനൻ അന്നത് വലിയ സൽക്കർമ്മമായിരുന്നു. ഇന്ന് നമ്മുടെ മുമ്പിൽ അടിമകളില്ല, പക്ഷെ ആ പ്രതിഫലം നമുക്ക് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല 10 മർറാത്തിൻ, ഒരാൾ 10 തവണ ചൊല്ലിയാൽ, എല്ലാ ദിവസവും സുബഹി നമസ്കാര ശേഷവും മഗ്രിബ് നമസ്കാര ശേഷവും എന്ത് ചൊല്ലണം? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാവർക്കും അറിയാവുന്ന ദുആ ദിക്റാണ്. പല ആളുകളും അൽഹംദുലില്ലാ ചൊല്ലുന്നവരുണ്ടാകും, ചൊല്ലാത്തവരുണ്ടെങ്കിൽ അവർ തുടങ്ങണം. ചൊല്ലുന്നവരുണ്ടെങ്കിൽ ഈ നിയത്തോടു കൂടി ചൊല്ലണം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇതെങ്ങനെ 10 തവണ ചൊല്ലിയാൽ കാനത്ത് ലഹു ആദില 4 റിഖാബിൻ മിൻ വലദി ഇസ്മാഈൽ, ഇസ്മായിൽ നബിയുടെ സന്താനങ്ങളിൽ നിന്ന് 4 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമുണ്ട്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് എന്തായി ഈ പ്രതിഫലം നേടാൻ സാധിക്കും. നമ്മുടെ പരലോകത്തേക്കുള്ള മുതൽക്കൂട്ടാണത്. അത് എല്ലാ ദിവസവും നിരന്തരം ചൊല്ലിക്കൊണ്ടിരുന്നാലോ അത്രത്തോളം നമുക്കത് ആശ്വാസമാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഫി യൗമിൻ 100 മർറ. ഇതൊരാൾ 100 തവണ ചൊല്ലിയാൽ, അപ്പൊ ആദ്യം പറഞ്ഞതും ഇതും വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞതിൽ യുഹീ വയുമീതു എന്നുള്ള പദമുണ്ട്. അത് 10 തവണ സുബഹി നമസ്കാര ശേഷവും മഗ്രിബ് നമസ്കാര ശേഷവും. ഇനി ഈ പറഞ്ഞതോ ഇത് 100 തവണ. ഇത് രാവിലെയുള്ള ദിക്റുകളിൽ പെട്ടതാണ്. അതിൽ യുഹീ വയുമീതു എന്ന പദം ഇല്ല. അങ്ങനെ 100 തവണ ചൊല്ലിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കാനത്ത് ലഹു അദ്ലു 10 റിഖാബ്, 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം. അപ്പൊ ഓരോ ദിവസവും 10 അടിമകളെ മോചിപ്പിച്ചാൽ എത്രത്തോളം വലിയ പ്രതിഫലമായി. അപ്പൊ അതേ മഹത്വം ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു. പിന്നെയോ വകുതിബ ലഹു 100 ഹസന, 100 നന്മകൾ അല്ലാഹു തആല രേഖപ്പെടുത്തുന്നു. വമുഹിയത് അൻഹു 100 സയ്യിഅ, 100 തിന്മകൾ അല്ലാഹു തആല മായ്ച്ചു കളയുന്നു. ഈ 100 ദിക്റുകൾ കൊണ്ട് 100 തവണ ദിക്ർ ചൊല്ലിയാൽ ഈ ഗുണങ്ങളൊക്കെയുണ്ട്. 100 പാപം പൊറുക്കുകയാണ്, 100 നന്മകൾ രേഖപ്പെടുത്തപ്പെടുകയാണ്, 10 അടിമയെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കുകയാണ്. അതിനപ്പുറം വകാനത്ത് ലഹു ഹിർസം മിനശ് ശൈത്വാനി യൗമഹു ദാലിക ഹത്താ യുംസിയ, വൈകുന്നേരമാകുന്നത് വരെ പിശാചിൽ നിന്നുള്ള രക്ഷ അല്ലാഹു തആല കൊടുക്കും. പിശാച് നമ്മെ തിന്മക്ക് പ്രേരിപ്പിക്കുന്നത്, തിന്മയിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം കുറയുന്നത് മൂലമാണ്. ദിക്റുകളിലൂടെ റബ്ബിലേക്ക് അടുത്തു കഴിഞ്ഞാൽ പിശാചിൽ നിന്നുള്ള സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പതിവാക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅദ്ദിനൂന അത്വലുൻ നാസി അനാഖൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ബാങ്ക് വിളിക്കുന്ന ആളുകൾ കഴുത്തു നീണ്ടവരായിരിക്കും. അതൊരു അടയാളമാണ്. മറ്റുള്ള ആളുകളിൽ നിന്നൊരു വേർതിരിവ്. അതെന്തിനാ? അതൊരു പ്രത്യേകതയാണ്, മഹത്വമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമായ നമസ്കാരത്തിലേക്ക് വിളിച്ചിരുന്നവർ, ഹയ്യാല സ്വലാത്ത് ഹയ്യാലൽ ഫലാഹ്, ഇത് പറഞ്ഞിരുന്ന ആളുകൾ, ജനങ്ങളെ മുഴുവൻ നമസ്കാരത്തിന് സമയം അറിയിച്ചിരുന്ന ആളുകൾ, അവർക്കൊരു പ്രത്യേകത ഖിയാമത്ത് നാളിലുണ്ട്. അവർ കഴുത്തു നീണ്ടവരായിരിക്കും. അപ്പൊ ഏതൊരു പള്ളിയിൽ പോയിട്ട് ഒരു ബാങ്ക് വിളിക്കാൻ അവസരം കിട്ടിയാൽ അത് കൊടുക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങണം. നിങ്ങൾ കൊടുത്തോളൂ, നിങ്ങൾ വിളിച്ചോളൂ എന്നല്ല, നമ്മളതിലേക്ക് ഇറങ്ങണം. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പിന്നെ അബ്ദുറഹ്മാൻ ഇബ്നു സഅസഅ എന്ന് പറയുന്ന സ്വഹാബിയോട് പറയാണ്, അബ്ദുറഹ്മാൻ ഇബ്നു സഅസഅ അദ്ദേഹത്തോട് അബൂ സഈദ് അൽ ഖുദ്രി പറയാണ്, ഇന്നി അറാക തുഹിബ്ബുൽ ഗനമ വൽ ബാദിയ, നിങ്ങൾ ഈ ഗ്രാമപ്രദേശങ്ങളും അതേപോലെ ആടുകളൊക്കെ നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഫൈദാ കുൻത ഫീ ഗനമിക ഔ ഫീ ബാദിയതിക,
നിങ്ങൾ ഗ്രാമപ്രദേശത്തോ അല്ലെങ്കിൽ ആടിന്റെ കൂടെ ആയിരിക്കെ നമസ്കാരത്തിന് സമയമായി ബാങ്ക് വിളിക്കുമ്പോൾ നിങ്ങൾ ഉറക്കെ ബാങ്ക് വിളിക്കണം. അപ്പൊ നമ്മളൊരു യാത്രയിലാണ്, ഒറ്റക്കൊരു സ്ഥലത്ത് ഇറങ്ങി നമസ്കരിക്കാൻ സമയമായി ബാങ്ക് വിളിക്കുമ്പോൾ ഉറക്കെ ബാങ്ക് വിളിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരു യാത്ര പോയി ഒരു ഭാഗത്ത് വിശ്രമിക്കാനിരിക്കുകയാണ്, നല്ല സുന്ദരമായ സ്ഥലത്തൊക്കെ പോയി ഇരിക്കാറുണ്ട്. പക്ഷെ സമയമായാൽ നമസ്കരിക്കണം. അവിടെ ബാങ്ക് വിളിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഉറക്ക ബാങ്ക് വിളിക്കണം. എന്താ കാരണം? ആ ബാങ്ക് വിളിക്കുന്ന ആളുടെ ശബ്ദം കേൾക്കുന്ന ജിന്നുൻ വലാ ഇൻസുൻ വലാ ശൈഉൻ, ആ ശബ്ദം കേൾക്കുന്ന മനുഷ്യനാകട്ടെ, ആ ശബ്ദം കേൾക്കുന്ന ജിന്നുകളാകട്ടെ, എന്തോ ആകട്ടെ, ഇല്ലാ ശഹിദ ലഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നമുക്ക് വേണ്ടി സാക്ഷി പറയാൻ നാളെ പരലോകത്തുണ്ടാവും ആ ബാങ്കിന് ശബ്ദം കേട്ടവരൊക്കെ. അപ്പൊ അത്രയും മഹത്വമുള്ള സംഗതിയാണെന്ത്? ബാങ്ക് വിളിക്കുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും ആ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അതെല്ലാം നമ്മുടെ പരലോകത്തേക്ക് ഉപകാരപ്രദമാക്കുവാൻ നമ്മളെ തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ നമസ്കാരത്തിലെ ചില പിഴവുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. നമസ്കാരത്തിലെ പിഴവുകൾ പലതരത്തിലാണ്. നമസ്കാരത്തിന് പ്രതിഫലം കുറച്ച് കളയുന്നവയുണ്ട്, നമസ്കാരത്തെ തന്നെ ബാത്തിലാക്കി കളയുന്നവയുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ് ശ്രദ്ധയോടുകൂടി നിർവഹിക്കേണ്ടുന്ന ഇബാദത്താണ് നമസ്കാരം. അതിൽപ്പെട്ട ചില സുപ്രധാനമായ കാര്യങ്ങളിൽ ഒന്ന്, നമ്മൾ പള്ളിയിലേക്ക് വന്ന് ഇമാമ് ബഹുമവുമായി ജമാഅത്ത് പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇമാമ് ചിലപ്പോൾ സുജൂദിലാണ്, അല്ലെങ്കിൽ അത്തഹിയാത്തിലാണ്, അല്ലെങ്കിൽ സുജൂദിനിടയിലുള്ള ഇരുത്തത്തിലൊക്കെയാണ് എങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ആ ഇമാം അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ കാത്തു നിൽക്കും. എന്നിട്ട് ഇമാം എഴുന്നേറ്റ് നിന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കൈകെട്ടി ഇമാമിൻ്റെ കൂടെ കൂടാറുണ്ട്. സത്യത്തിൽ അത് ശരിയല്ല. നമ്മൾ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഇമാം ഏതൊരവസ്ഥയിലാണോ ആ അവസ്ഥയിൽ ഇമാമിൻ്റെ കൂടെ കൂടണം. നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പം ഏതായാലും സുജൂദിലല്ലേ, ഇപ്പം ആ സുജൂദ് ചെയ്തുകൊണ്ട് എനിക്ക് റക്കാത്തൊന്നും കിട്ടൂല, അപ്പം മൂപ്പരും ഇങ്ങോട്ട് വരട്ടെ എന്ന നിലയ്ക്ക് ഇമാമ് തിരിച്ച് ഖിയാമിലേക്കും നൃത്തത്തിലേക്ക് വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പം സുജൂദിനാണോ നമ്മൾ വന്നാൽ ഇമാമിനോടൊപ്പം സുജൂദിൽ കൂടുക. ഇമാമ് അത്തഹിയാത്തിനാണോ അത്തഹിയാത്തിൽ ഇമാമിൻ്റെ കൂടെ കൂടുക. ഇമാമ് എഴുന്നേറ്റ് വരാൻ ചെയ്യരുത്, വെയിറ്റ് ചെയ്യരുത്, കാത്തു നിൽക്കരുത്. അത് നമുക്ക് നഷ്ടമൊന്നുമില്ല. ഒരു 2 സുജൂദ് അധികം കിട്ടിയാൽ. ഏറ്റവും വലിയ അള്ളാഹിൻ്റെ മുമ്പിൽ മനുഷ്യൻ ചെയ്യുന്ന കർമ്മമുള്ള സുജൂദ്. അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമാണ് സുജൂദ്. അപ്പം അതൊരു അവസരം നന്മക്ക് കിട്ടിയെന്ന് കരുതിക്കൊണ്ട് ആ സുജൂദ് കൂടി നമുക്ക് കിട്ടാനുള്ള ഒരു അവസരമായി നമ്മളതിനെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ കസേരയിലിരുന്ന് നമസ്കരിക്കുന്ന ആളുകൾ. അത് മുമ്പ് ഇത് സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണോ എൻ്റെ ഓർമ്മ. ഈ ഇരുന്ന് നമസ്കരിക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചപ്പം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരാൾ പള്ളിയിലേക്ക് വരിക, അത് സ്വന്തമായി നടന്നു വരുന്നുണ്ട്. ഒരാൾക്ക് അപ്പോൾ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയുന്നുള്ള കാര്യം ഉറപ്പായി, അതുകൊണ്ടല്ല നടന്നു വരുന്നത്. നിൽക്കാനും കഴിയുന്നുണ്ട്, നടക്കാനും കഴിയുന്നു. അങ്ങനെ ആ വ്യക്തി തന്നെ വന്നിട്ട് ബാക്കിൽ ചെയറെടുത്ത് മുമ്പിൽ കൊണ്ടുവരും. അതൊക്കെ അവൻ തന്നെ സ്വയം ചെയ്യാണ്. എന്നിട്ട് അതിൽ ഇരുന്നിട്ട് നമസ്കരിക്കും. നമസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ടതാണ് അൽ ഖിയാമു മഅൽ ഖുദ്റ, കഴിവുള്ളവൻ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഈ വ്യക്തിക്ക് നിൽക്കാൻ കഴിയുമെന്നാണ് എൻ്റെ അർത്ഥം. അവരെന്ത് ചെയ്യാൻ പാടില്ല? അത് ഇരുന്ന് നമസ്കരിക്കാൻ പാടില്ല. പിന്നെ പ്രയാസം എന്താ? റുക്കൂആണ് പ്രയാസം, സുജൂദാണ് പ്രയാസം. അപ്പോൾ റുക്കൂഇൻ്റെയും സുജൂദിൻ്റെയും സ്ഥാനം എത്തുമ്പോൾ അദ്ദേഹം ചേർന്നിരിക്കുക. കാരണം ഊരക്ക് പ്രശ്നമുണ്ട്, നടുവേദന ഉണ്ട്, കാൽമുട്ട് വേദന ഉണ്ട്. റുക്കൂവും സുജൂദും പ്രയാസമാണ്. താഴെ പോയി സുജൂദ് ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ സുജൂദിൻ്റെ സമയത്ത് ചേർന്നിരിക്കുക. നിൽക്കുന്ന കാര്യമോ, നിൽക്കാൻ സ്വന്തം കഴിയും, നടക്കാനും കഴിയും. അപ്പം അവൻ നിൽക്കണം.
ഇത് പറയാനുള്ള കാരണം ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, റുക്കുവും സുജൂദൊക്കെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ നിർത്തും ഒക്കെ ഒന്നിച്ചിരിക്കണം. അത് തെറ്റായ ധാരണ മാത്രമാണ്. ഒരാൾക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ നിൽക്കണം. അപ്പോൾ അവരെന്ത് ചെയ്യണം? അല്ലാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടി നിൽക്കുക. ഫാത്തിഹയും സൂറത്തൊക്കെ ഓതിയിട്ട് റുക്കൂഇൽ അദ്ദേഹത്തിന് നേരെ ചെയ്യാൻ കഴിയില്ല, അപ്പൊ ഇരുന്ന് ചെയ്യാം. ഇനിയോ ഒരാൾക്ക് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അപ്പൊ കാല് കടയുന്ന അസുഖമുണ്ട്, നിൽക്കാൻ അധികം സമയം കഴിയില്ല. അപ്പൊ ആ വ്യക്തി എന്ത് ചെയ്യണം? അവൻ സ്വന്തമായിട്ട് പള്ളിയിലേക്ക് വന്നത് എങ്കിൽ അവനെന്ത് ചെയ്യണം? തക്ബീറത്തുൽ ഇഹ്റാമെങ്കിലും നിന്നുകൊണ്ട് കെട്ടണം. അല്ലാഹു അക്ബർ കൈകെട്ടുക, നിൽക്കാൻ വയ്യ എന്നിട്ട് അവിടെ ഇരിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയറിൽ ഇരുന്ന് നമസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അതല്ലാണ്ട് ഓടി വന്ന് ഒരു കസാല എടുത്ത് മുമ്പ് കൊടുത്തിട്ട് അവിടെ ഇരുന്ന് നമസ്കരിച്ച് സുജൂദ് ചെയ്യാൻ കഴിയാത്ത ആളാണ്. അപ്പൊ സുജൂദ് ചെയ്യാൻ കഴിയാത്ത ആളാണെങ്കിൽ സുജൂദിൽ മാത്രമാണ് ഇരിക്കേണ്ടത്. ഇപ്പൊ റുക്കൂ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പോഴും അയാൾ ഇരിക്കാൻ പാടില്ല. കാരണം എന്തെല്ലാം നിന്നുകൊണ്ട് കഴിയുമോ അതെല്ലാം നിന്നുകൊണ്ട് തന്നെ ചെയ്യണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞല്ലോ, സ്വല്ലി ഖായിമ, നീ നിന്ന് നമസ്കരിക്കണം. ഫൈലം തസ്തതി, അതിന് സാധിച്ചില്ല എങ്കിൽ ഫഖാഇദ, അപ്പോൾ ഇരുന്ന് നമസ്കരിക്കണം. ഫൈലം തസ്തതി, അതിനും സാധിച്ചില്ലെങ്കിലോ ഫഅല ജംബ്, അപ്പൊ കിടന്നുകൊണ്ട് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു കിടന്ന് നമസ്കരിക്കണം. അപ്പൊ അതിനൊക്കെ ക്രമമുണ്ട്. ആ ക്രമം അനുസരിച്ച് കൊണ്ട് മാത്രമേ ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി നമുക്കിന്ന് പറയാം. അത് പല ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും നമ്മളൊക്കെ നമസ്കരിക്കാതെ നിന്നാൽ കൈ കെട്ടിയിട്ട് ഇങ്ങനെ ചുണ്ടനക്കാതെ നമ്മളിങ്ങനെ നിൽക്കും. ഇങ്ങനെ നിന്നിട്ട് ഒജത്ത് നമ്മൾ ഓതുന്നുണ്ട്, എവിടെയാ? അത് മനസ്സിലാ ഓതുന്നത്. ഫാത്തിഹ ഓതുന്നുണ്ട്, ഒക്കെ മനസ്സിലാ. സൂറത്ത് ഓതുന്നുണ്ട്, മനസ്സിലാണ്. നമസ്കാരത്തിലെ അത്തരം ദുആകളും ദിക്റുകളും ഖുർആൻ പാരായണവും ഫാത്തിഹയും ഒന്നും മനസ്സിൽ ഓതേണ്ടതല്ല. തലഫുദ്, അതായത് ഉച്ചാരണം വരണം. ചുണ്ടനങ്ങി നാവനങ്ങി ചൊല്ലണം എന്നർത്ഥം. കൈകെട്ടി നിന്നിട്ട് മനസ്സിലിങ്ങനെ ഫാത്തിഹ ഓതിയത് കൊണ്ട് നമസ്കാരം ആവുകയില്ല. അതേപോലെ തന്നെ സൂറത്ത് ഓതാൻ മനസ്സിലാ ഓതുന്നത്, അത് പോരാ. അപ്പോ ഫാത്തിഹ ആകട്ടെ, വജ്ജത്തു ആകട്ടെ, സൂറത്താകട്ടെ, മറ്റു കർമ്മങ്ങളിലെ റുക്കൂയിലെയും സുജൂദിലെയും ഒക്കെ ദിക്റുകളാകട്ടെ, അതെല്ലാം നാവ് കൊണ്ട് ഉച്ചരിച്ച് വല്ലണം. അപ്പൊ അപ്പുറത്തുള്ള ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കണ്ട. എന്നാൽ നമ്മുടെ നാവിൽ അത് ഉച്ചാരണമായിട്ട് വരികയും വേണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില ആളുകൾ മനസ്സുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ വെറുതെ കൈകെട്ടി നിൽക്കുന്നതാണ്, കുറെ കഴിഞ്ഞ റുക്കുവിലേക്കും പോകുന്നു. അപ്പൊ അതിന്റെ മനസ്സിൽ ഫാസ്റ്റിയൊക്കെ ഇങ്ങനെ വന്നു പോവുകയാണ്. അത് പറ്റുകയില്ല. നാവ് കൊണ്ടും ചുണ്ടും ചലിപ്പിച്ചുകൊണ്ടായിരിക്കണം അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റുകൾ വേറെയും ഉണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഖുത്ബകളിലൂടെ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യം മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് പരിപൂർണ്ണ മുഅ്മിനുകളായി ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മകളും പേരക്കുട്ടിയും അവർ വിദേശത്താണ്. ഇന്ന് ഒരു അടുപ്പിൽ നിന്ന് വെള്ളം തിളച്ചത് ശരീരത്തിലായിട്ട് അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനവും സുഖവും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മുടെ മഞ്ചേരി മണ്ണാർക്കാട് റൂട്ടിൽ അവിടെ കാര എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയുള്ള നമ്മുടെ കുറച്ച് സഹോദരന്മാർ ഒരു വലിയൊരു പ്രൊജക്റ്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 19 ലക്ഷത്തോളം ആവശ്യം വരുന്നൊരു പ്രൊജക്റ്റാണ്. അവിടെ അതിനുവേണ്ടി സ്ഥലം അവരെടുത്തിട്ടുണ്ട്. അവരാൽ കഴിയുന്ന കാശ് അവർ സ്വരൂപിച്ചിട്ടുണ്ട്. അവിടെ ഒരു പ്രീ ഇസ്ലാമിക് സ്കൂള്, അതുപോലെ ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടികൾക്ക് അത് റിവിഷൻ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ പള്ളികൾ നടന്നു വരുന്ന പോലെയുള്ള അഖീദയുടെയും ഫിഖ്ഹിൻ്റെയും മറ്റുമൊക്കെ ക്ലാസ്സുകൾ, ഖുർആൻ QHLSകൾ, അതുപോലെ ഭാവിയിൽ ഒരു പള്ളിക്കുള്ള സംവിധാനം, ഇതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് അവർ സ്ഥലം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊജക്റ്റ് അവർ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ സാമ്പത്തികമായ സഹായം അവർക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് ഇവിടെ 2 സഹോദരന്മാർ വന്നിട്ടുണ്ട്. മുൻകൂട്ടി അവർ വിവരം അറിയിച്ചതുമാണ്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അറിയിക്കുകയാണ്. പുറത്ത് ബക്കറ്റ് വെച്ചിട്ടുണ്ട്. പുരുഷന്മാരുടെ ഭാഗത്തും സ്ത്രീകളുടെ ഭാഗത്തുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കുക. അപ്പോൾ ആ കൊടുക്കുന്നത് നമുക്കൊരു നഷ്ടമാണ്. നമ്മൾ ഒരിക്കലും കരുതരുത്. പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് പരലോകത്തേക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ. ആ സ്വതക്കയുടെ തണലും നമുക്ക് നാളെ പരലോകത്ത് ലഭിക്കാനുള്ളതാണ്. നമ്മളെ സമ്പത്ത് ഒന്നും നമ്മൾ മരിച്ചു പോകുമ്പോൾ കൊണ്ടാകുള്ളതുമല്ല. അതിൻ്റെ അർത്ഥം നമ്മൾ ഒക്കെ പിശുക്കന്മാരാണെന്ന അർത്ഥത്തിൽ പറയല്ല. കഴിവിൻ്റെ പരമാവധി എല്ലാവരും കൊടുക്കണമെന്നുള്ളൊരു പ്രേരണക്കും പ്രോത്സാഹനത്തിനും വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ ചെറുതും വലുതും എല്ലാം കൃത്യമായി പാലിച്ച് യഥാർത്ഥ മുഅ്മിനുകളായി ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാത്തരം പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും വിഷമങ്ങളെയും അല്ലാഹു നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും
ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് മുസ്ലിം സഹോദരന്മാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ സന്താനങ്ങളെ എല്ലാവരെയും അല്ലാഹു അവൻ്റെ ദീനിൻ്റെ മാർഗ്ഗത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ത്വയ്യിബ് തറാഹും വജ്അലിൽ ജന്നത മഅവാഹും. അല്ലാഹുമ്മ ലാ തശ്വി ഖൽഖനാ ബിന്നാർ വലാ തജ്അൽനാ മിൻ ഹതബിൻ നാർ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. اللهم لا تجعل الدنيا أكبر همنا ولا غاية قصدنا ولا مبلغ علمنا ولا إلى النار مصيرنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا عيبا إلا سترته ولا مرضا إلا شفيته ولا ضالا إلا هديته ولا مبتلا إلا عافيته ولا كربا إلا نفسته ولا حاجة من حوائج الدنيا والآخرة إلا أتممتها بفضلك وإحسانك وتوفيقك يا أكرم الأكرمين. صلى الله عليه وسلم.